സംഭവത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട് പുൽപ്പള്ളിയിൽ എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹവുമായി നാട്ടുകാർ പുൽപ്പള്ളി ടൗണിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പുൽപ്പള്ളിയിൽ വൻ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. പുൽപ്പള്ളിയിലെത്തിയ വനം വകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഈ വയനാട്ടിലെത്തിയ വനം വകുപ്പിന്റെ ജീപ്പിന്റെ ഷീറ്റ്, മുകളിലത്തെ ഷീറ്റ് നാട്ടുകാർ വലിച്ചു കീറി, ജീപ്പിന് റൂഫ് വലിച്ചു കീറി, ജീപ്പിന് റീത്തും വെച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെയും ആന ഒരാളെ ചവിട്ടിക്കൊന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുവരെ ആനയെ കാട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെടിവെച്ച് മയക്കുവെടി വെച്ച് ഇടാനോ സാധിച്ചില്ല. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇതിനിടെ മന്ത്രി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തുമെന്ന കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്ത പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ജിൻസ് തൊട്ടുംകര ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ജിൻസ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? നാട്ടുകാർ വലിയ തോതിൽ സംഘടിച്ചിട്ടുണ്ടോ അവിടെ? വയനാട് പുൽപ്പള്ളിയിൽ ജനരോഷം അണപൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വനം വകുപ്പ് വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടു. ജീപ്പ് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വനംവകുപ്പിന്റെ സേവനം തങ്ങൾക്ക് ആവശ്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകാൻ വനംവകുപ്പ് കഴിഞ്ഞിട്ടില്ല, തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, നോക്കൂത്തിയായി നിൽക്കുകയാണ് വനംവകുപ്പ്. പിന്നെ എന്തിനാണ് ഈ സമരത്തിനിടയ്ക്ക് വനംവകുപ്പ് വന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലീസും ജനപ്രതിനിധികളും ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. പോലീസിന്റെ വാഹനത്തിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ശ്രമം, തകർക്കാനുള്ള ശ്രമമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ കാറ്റഴിച്ചു പിടിക്കുകയും ഈ വാഹനത്തിന് മുകളിൽ കയറുകയൊക്കെ ചെയ്തിരുന്നു. പോലീസ് വാഹനത്തിന് സംരക്ഷണം നൽകുകയാണ്. ഓരോ നിമിഷവും സമരം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഈ പുൽപ്പള്ളിയിൽ CCFന്റെ നേതൃത്വത്തിലുള്ള സംഘവും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് DMO അടക്കമുള്ളവർ ഈ ജനകീയ സമിതിയുമായി ചർച്ച ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ വെച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും, തീരുമാനമുണ്ടായതിനു ശേഷമായിരിക്കും എന്തായാലും നിലവിൽ ഈ മൃതദേഹം സംസ്കരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. അതുവരെ പ്രതിഷേധം തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. MLA മാർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തണമെന്നായിരുന്നു ആവശ്യം. ഉടനെ തന്നെ ഈ CCF അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ മകളും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. താൽക്കാലിക ജീവനക്കാരായിരുന്ന ഈ പോൾ ഈ വീടിന്റെ ഏക
ഏക ആശ്രയമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരവും വീട്ടിലെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഈ ജനകീയ സമിതി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബന്ധുക്കൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ കാണുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ തന്നെ 3 മണിയോടുകൂടെ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബ സുറിയാനി ഇടവക പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ള കാര്യവും അറിയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ അരങ്ങേറുന്നത്. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധം നടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വനംവകുപ്പിന്റെ ജീപ്പ് പോലും ആക്രമിക്കത്തക്ക വിധത്തിൽ അസംതൃപ്തരാണ് നാട്ടുകാർ എന്നുള്ളതാണ് ദൃശ്യങ്ങളിലേക്ക്. ജീവൻ കുരുതി കൊടുത്തിട്ട് എല്ലാ കരയുന്നില്ല. വയനാടിന്റെ കണ്ണീര്